ബി.ജെ.പിക്കും യു.ഡി.എഫിനും അഭിമാന പ്രശ്നമാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ എൽ.ഡി.എഫ് മൂന്നാം സ്ഥാനത്തുള്ളതാണ്. പക്ഷേ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് നിർണായക സ്വാധീനവും ചെലുത്താൻ പറ്റും. അവിടെ രമേശ് പിഷാരടി യു.ഡി.എഫിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നു. മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രനാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി. എൽ.ഡി.എഫ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് നിർത്തുന്നത്. അതിനെക്കുറിച്ച് പല ചർച്ചകളും പുരോഗമിക്കുന്നുമുണ്ട്. പാലക്കാട് നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പൊ പാലക്കാട് പിന്നെ രണ്ട് തരത്തിലാണ് ശ്രദ്ധേയമായി മാറുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തില് കുളമാക്കിയിട്ട ഒരു മണ്ഡലം, കോൺഗ്രസിന് പേരുദോഷം ഉണ്ടാക്കിയിട്ട ഒരിടം. രണ്ട്, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം പലരുടെയും ശ്രദ്ധ നേമത്തു നിന്നും വട്ടിയൂർക്കാവിൽ നിന്നും ഒക്കെ അങ്ങ് പാലക്കാട്ടേക്ക് പോയിരിക്കുകയാണ്. നോക്കിയ ഫലം വരുന്ന ഉടനെ എനിക്ക് തോന്നുന്നു ആദ്യ വിജയം ബി.ജെ.പിക്ക് വരുന്നത് പാലക്കാട്ട് നിന്നായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ ബി.ജെ.പിയിലെ വേറെ ആരെങ്കിലും നിന്നിരുന്നുവെങ്കിൽ നമുക്കല്പം സംശയത്തിന് വകയുണ്ടാകും. പക്ഷെ ഇത് ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലൊക്കെ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ശോഭ 2016 പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്. 2011 അന്ന് ബി.ജെ.പിക്ക് അവിടെ കിട്ടുന്നത് 20,000-ലധികം വോട്ടാണ്. 2016 വന്നപ്പോൾ 40,000-ന് മുകളിൽ വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടി. പിന്നീട് അത് തന്നെയല്ലേ ഇങ്ങോട്ട് എല്ലായിടവും നമ്മൾ കാണുന്നത്. ശോഭാ സുരേന്ദ്രനെ 19 ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി 2,48,000 വോട്ടാണ് പിടിച്ചത്. 2021 കഴക്കൂട്ടത്ത് നിർത്തി. പക്ഷെ അവിടെ മാത്രം അല്പം കുറവ് സംഭവിച്ചു. പിന്നീട് 2024 ആലപ്പുഴയിലേക്ക് പോയി ലോക്സഭ. അവിടെ അപാര പ്രകടനമല്ലായിരുന്നു. അതെ, കേരളത്തിന് പുറത്തു നിന്നൊക്കെ സർവേക്ക് വന്നവർ പറഞ്ഞത് കേരളത്തിലെ ബി.ജെ.പിക്ക് ഒരു സീറ്റ് കിട്ടാൻ പോകുന്ന ആലപ്പുഴയിൽ എന്നാണ് പറഞ്ഞത്. കെ.സി. വേണുഗോപാലിനെ പോലും വെല്ലുവിളിച്ചു. അല്ല, സുരേഷ് ഗോപിയുടെ കാര്യം ആരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ഫക്രുദ്ദീൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം ശോഭാ സുരേന്ദ്രനായിരിക്കും വിജയിക്കുക എന്ന്. രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് പോലും പറയുന്നില്ല. ആലപ്പുഴയിൽ ശോഭയുടെ വിജയമാണ് പറഞ്ഞത്. 2,99,000-ലധികം, 3 ലക്ഷം. പിന്നെ പ്രേംലാലിന് അറിയാമല്ലോ കൃത്യമായിട്ട്, അതെ, ആലപ്പുഴക്കാരനല്ലേ. അപ്പം ശോഭാ സുരേന്ദ്രന്റെ ഈ ഓരോ തവണത്തെയും മികച്ച പ്രകടനമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വിജയം നേടി. അത് നമുക്ക് അറിയാം. ഒന്ന്, കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കി. CPM-ന് എന്ത് നേട്ടം ഉണ്ടാക്കി? അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയത്ത് ഒരു ഫയർ ബ്രാൻഡ് ആയിരുന്നു. ഇപ്പൊ ഫ്ലോപ്പായി പോയി. യഥാർത്ഥത്തിൽ ഈ ചിലരൊക്കെ മുറവുറുപ്പുണ്ടായിരുന്നു, ഈ പത്തനംതിട്ടക്കാരനെ അവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ട കാര്യം എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. മാങ്കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഒരൊറ്റ ജനകീയ വിഷയങ്ങളിൽ പോലും ഇടപെടുന്നില്ല. ഈ ചാനലുകളിൽ വന്നിരുന്ന് വളവള വർത്തമാനം അടിക്കാൻ മാത്രം അതിസമർത്ഥനാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളത്തുള്ളൂ. പത്തനംതിട്ട ഈ ഇലന്തൂരിലല്ലേ നരബലി നടന്നത്? അതെ, അവിടെ അതിനകത്തൊക്കെ CPM-കാർക്ക് വലിയ പങ്കില്ലേ? അതിലൊന്നും അവിടെ ഇറങ്ങിച്ചെന്നുള്ള ഒരു ഇടപെടൽ പോലും മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ മാങ്കൂട്ടത്തില് അതിനൊന്നും സമയമില്ലായിരുന്നു. അതൊക്കെ നമുക്ക് അറിയാമല്ലോ. അതെ, കുറച്ച് മെനക്കേടുള്ള ഏർപ്പാടാണ്. പുള്ളിക്ക് താല്പര്യം മറ്റു പല കാര്യങ്ങളിലും ആയിരുന്നു. ഇത് ഈ കോൺഗ്രസ്സുകാരന്മാർക്കെല്ലാം ഉള്ള കുഴപ്പം ഇതാണെന്ന്. നിയമസഭയ്ക്കകത്ത് വലിയ ബഹളവും ഒക്കെ നടത്തും. എന്താണ് വിലക്കയറ്റം എന്നൊക്കെ പറഞ്ഞ്. സഭ തീരുമ്പോൾ അതും കഴിയും. കാരണം ശീതീകരിച്ച മുറിക്കകത്തിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് സുഖകരമാണ്. അതിനകത്ത് വേർക്കേണ്ട കാര്യം വരുന്നില്ല, സുഖകരമാണ്. അപ്പം ഈ മാങ്കൂട്ടത്തില് പാലക്കാട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ഡാമേജ് ഉണ്ട്. അപ്പൊ 16,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമായ 18,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മാങ്കൂട്ടം വിജയിച്ചത്. CPM-ന് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ അപകടമേ സംഭവിച്ചിട്ടുള്ളൂ. ചേലക്കരയിൽ മാത്രമാണ് വിജയം ഉണ്ടായത്. ചേലക്കരയില് ഉണ്ടായ വിജയത്തിൽ പോലും അവിടെയും പരിക്കേറ്റിട്ടുണ്ട്. കാരണം പ്രദീപിന് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ കിട്ടിയിട്ടുള്ളൂ. അവിടെ രാധാകൃഷ്ണൻ 40,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ്. അത് താഴേക്ക് പോയി. അപ്പൊ ഭരണവിരുദ്ധ വികാരം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല.
അതിശക്തമായിട്ടുണ്ട്. പിന്നെ ഇക്കുറി പാലക്കാട്ട് ഇറക്കിയിരിക്കുന്നത് ആരെയാണ്? CPM കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM കണ്ടെത്തുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. തൃക്കാക്കരയില് എന്താ ഒരു ഡോക്ടറെ കൊണ്ടുവന്നിറക്കി. എന്താ ഡോക്ടർ ജോ അത് നമ്മുടെ ചിത്രത്തിലില്ല. അത് നമ്മുടെ AA റഹീം അവിടെ കിടന്ന് അലറി വിളിച്ചല്ലോ, ജോറാണ്. ഇപ്പൊ ജോറായിട്ട് നടക്കുകയാണ് ഇപ്പൊ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞാണ് ഈ ഡോക്ടർ സരിനെ കിട്ടിയത്. അതെ. എന്താ സരിന് എവിടുന്ന് വന്നതാ? പിന്നെ കോൺഗ്രസിൽ നിന്ന് ആടി വന്നതല്ലേ സീറ്റ് കിട്ടാൻ. അതെ, ഇങ്ങോട്ട് വന്നപ്പോ ഒരു പുള്ളി ഇട്ടായിരുന്നു, അപ്പൊ മാറി. അന്ന് VS അച്യുതാനന്ദന്റെ പ്രസംഗം കാലുമാറ്റക്കാരെ വാ എന്നാണ്. ഞങ്ങളിതാ നിങ്ങൾക്ക് സീറ്റ് തരാം. ആ പ്രസംഗം എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇട്ടു. അത് വലിയ വൈറലായി എന്നുള്ളതാണ്. അപ്പൊ ഈ അവരെയല്ലേ CPM ഏറ്റെടുത്ത് വെച്ചത് അല്ലേ? സരിൻ ഏത് രീതിയിൽ പോയി? അപ്പോൾ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ആരെയാണ്? അവർക്ക് മനസ്സിലായി അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി വന്നാല് കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂ എന്ന്. കാരണം പിന്നെ നമ്മുടെ ഷാഫി പറമ്പിൽ മുസ്ലിം വിഭാഗത്തിലുള്ള ആളായിട്ട് പോലും 2021 ശ്രീധരനോട് മുട്ടുകുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും എത്തി. ഒരു 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. അത് മുസ്ലിം മേഖലയിൽ നിന്ന് കിട്ടിയ വോട്ട് മാത്രമാണ്. ബാക്കി എല്ലായിടങ്ങളിലും ഈ ശ്രീധരന്റെ ഒരു മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ CPM അവിടെ ഓർക്കണം, 2016 CPM-ന്റെ ഒരു വലിയ കക്ഷിയായ കൃഷ്ണദാസ് ആണ് മത്സരിക്കുന്നത്, ശോഭാ സുരേന്ദ്രനോട് എതിർത്തത്. അപ്പം ഇക്കുറി അവര് പാലക്കാട്ട് ഒരു വലിയ വ്യവസായിയാണ് ഇറക്കിയിരിക്കുന്നത്. അത് പിന്നെ അവിടുത്തെ മുസ്ലിം വോട്ട് മുഴുവൻ സമാഹരിക്കാം. എനിക്ക് തോന്നുന്നു ആ സീറ്റ് അത് പേയ്മെന്റ് സീറ്റാണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും നമ്മൾ കാണുന്നില്ല. അത് എങ്ങനെയെങ്കിലും ഈ മുസ്ലിം വോട്ട് നേടുക എന്നുള്ളതിന് വേണ്ടി പിണറായി കളിച്ച ഒരു കളിയാണ്. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്? പിഷാരടി. ഞാൻ പിഷാരടിയെ കാണുന്നത് കൊല്ലത്തും മുകേഷ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും. മുകേഷിനെ കൊണ്ട് എന്തുണ്ടായി നേട്ടം? കൊല്ലത്ത് CPM-ന്റെ അടിത്തറ തകർത്തതിന്റെ ഒരു പ്രധാന കാരണക്കാരൻ മുകേഷ് തന്നെയാണ്, ഉറപ്പായിട്ടും പറയാം. 2016 മത്സരിച്ചു, ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കേരള രാഷ്ട്രീയത്തിന് പുതിയൊരു പദാവലി തന്നു. അന്തസ്സുണ്ടോടാ? അതെ, അന്തസ്സുണ്ടോ? PK ഗുരുദാസൻ എന്ന് പറയുന്ന സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ മാറ്റിയിട്ടാണ് ഈ സാധനത്തെ അവിടുത്തെ എടുത്ത് പ്രതിഷ്ഠിച്ചത്. വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് അവിടെ വിജയിച്ചു. കോൺഗ്രസിന്റെ അകത്തെ കലഹം കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു പോയത്. 21 വന്നിട്ട് വീണ്ടും ഈ മുകേഷിനെ തന്നെ നിർത്തി. വെറും 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അന്ന് കൊല്ലത്തുകാർ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, ഇതിനെ അങ്ങ് വിളിച്ചോണ്ട് പോണേ എന്നും പറഞ്ഞ്. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ട് നിർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് വലിയ ഈ 2 തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനം കണ്ടിട്ടൊന്നുമല്ല. കാരണം പ്രേമേന്ദ്രന്റെ മുന്നിൽ ചാവേറാകാൻ വേറെ ആരുമില്ല. അപ്പൊ ഈ ഒരു സാധനത്തെ ഞങ്ങൾ അങ്ങ് വിട്ടുതരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ പിഷാരോടിയോ എന്താ പിഷാരടി വലിയ പ്രകടനമൊന്നും നടത്താൻ പോകുന്നില്ല. സിനിമാക്കാരെ സിനിമയിൽ വിട്ടേക്ക്, അതായിരിക്കും നല്ലത്. അത് പണ്ട് CPM-കാർക്കായിരുന്നു ഈ സിനിമാക്കാരെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. പക്ഷെ കഴിവുള്ള സിനിമാക്കാർ മത്സരിച്ചിട്ടുണ്ട്, അവർ തോറ്റിട്ടുമുണ്ട്. ആലപ്പുഴയിൽ നിന്നും മുരളി പരാജയപ്പെട്ടിട്ടില്ല. മുരളിയെ പോലുള്ളവരൊക്കെ നല്ലതായിരുന്നു. പിന്നെ വേറെ കുറെ സിനിമാക്കാരെ ഇന്നസെന്റ് പാവം കൊണ്ടുപോയി. ഇന്നസെന്റ് പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞു. പക്ഷെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് നിർത്തുകയായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം അവിടെ പോയി കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് പാർലമെന്റിൽ എഴുന്നേറ്റ് സംസാരിക്കുമായിരുന്നു. AA റഹീമിനെ പോലെ ഇംഗ്ലീഷിൽ സംസാരിച്ച് സഭയെയോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോ അവർ വിരട്ടത്തില്ല. പറയാനുള്ളത് മലയാളത്തിൽ അങ്ങ് പറയുകയും ചെയ്യും. അപ്പൊ എൻ്റെ ഒരു വീക്ഷണത്തില് പാലക്കാട് BJPക്ക് ഒരു വലിയ വിജയം നേടാൻ പോകുന്നു. ശോഭാ സുരേന്ദ്രനായിരിക്കും നിയമസഭയിൽ 2026 തിളങ്ങാൻ പോകുന്ന ഒരു താരം. അല്ല, അവിടെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ആരോപണം ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞു. അവിടെ ഒരു മുസ്ലിം നാമധാരിയായ പേയ്മെന്റ് സീറ്റ് വരുന്നത് തന്നെ CPM BJP അന്തർധാരയുടെ ഭാഗമായിട്ടാണ്. അവിടെ ശോഭാ സുരേന്ദ്രന്റെ ജയം ഉറപ്പിക്കാൻ വേണ്ടി മുസ്ലിം വോട്ടുകൾ UDF-ൽ നിന്ന് അടർത്തിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അണിയറ നാടകമാണെന്ന തരത്തിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ട്.
ഇതേ സ്വഭാവം വേറെ ചില മണ്ഡലങ്ങളിലുമുണ്ട്. അത് നമുക്ക് ആ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അതിന്റെ വിശദാംശം പറയേണ്ടി വരും. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.